നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് വിധിയെഴുതി. പോളിംഗ് ദിനത്തിലും നിറഞ്ഞു നിന്നത് പ്രചാരണവേളയിലെ വാശിയും ആവേശവും. ഇനി ആകാംക്ഷയോടെ കാത്തിരിപ്പ്. 23-ന് ഫലമറിയാം. പ്രതീക്ഷയോടെ മുന്നണികൾ. വിജയപ്രതീക്ഷ പങ്കുവച്ച് മുന്നണി സ്ഥാനാർത്ഥികൾ. ഇരട്ട വോട്ടുകൾ തടയുക എന്നത് പെട്ടെന്ന് പ്രായോഗികമല്ലെന്ന മന്ത്രിയുടെ വാദം തട്ടിപ്പെന്ന UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ. ജനങ്ങളെ വഞ്ചിച്ച ഷാഫി പറമ്പലിനെതിരായ വിധിയെഴുത്ത് കൂടിയാകും പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. പാലക്കാട്ട് UDF രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുരുതി കൊടുക്കുകയാണെന്ന് LDF സ്വതന്ത്രൻ ഡോക്ടർ P. സരീൻ. പാലക്കാട് ഇടതുപക്ഷത്തിന് യോജിച്ച ചിഹ്നം ബൂമറാങ് ആയിരുന്നുവെന്ന് ഷാഫി പറമ്പിൽ MP. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ എല്ലാ കുതന്ത്രങ്ങളും അവർക്ക് തന്നെ തിരിച്ചടിയായി. സ്ഥാനാർത്ഥി നിർണയം മുതൽ BJPയെ സഹായിക്കാനുള്ള തീവ്രശ്രമമാണ് CPM നടത്തിയതെന്നും ഷാഫി. തൃശൂരിൽ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധനയിൽ 5 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. 4 സ്ക്വാഡുകളിലായി തിരിഞ്ഞ് ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയത് 34 ഹോട്ടലുകളിൽ. 21 ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകി. പരിശോധന ശക്തമാക്കുമെന്ന് മേയർ. മണ്ണൂരിൽ ഭക്ഷ്യശാലകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന 2 സ്ഥാപനങ്ങൾ അടപ്പിച്ചു. ഗുരുവായൂരിൽ വീട്ടമ്മയുടെ 5.5 പവൻ സ്വർണ്ണമാല കവർന്നു. കിഴക്കേനട ഭാഗത്ത് 2 വീടുകളിൽ മോഷണശ്രമം. വാണിയംകുളം കോതകുറിശി റോഡിൽ പത്തംകുളം സീഡ് ഫാമിന് സമീപം സ്വകാര്യ ബസും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്ക്. പട്ടാമ്പി അസംബ്ലി മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളും ഘട്ടം ഘട്ടമായി ഭിന്നശേഷി സൌഹൃദ വിദ്യാലയങ്ങളാക്കി മാറ്റുമെന്ന് MLA മുഹമ്മദ് മുഹ്സിൻ. ഉൾച്ചേരൽ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിലെ വിവിധ വിദ്യാലയങ്ങൾക്ക് 2.5 ലക്ഷം രൂപ വീതം അനുവദിച്ചു. പദ്ധതി ഭിന്നശേഷിക്കാർക്ക് വിവേചനം കൂടാതെ മുഖ്യധാരാ വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ. ഭാരതപ്പുഴയിലെ ഷൊർണൂർ തുരുത്തി തടയുടെ ഷട്ടറുകൾ അടച്ചു. നടപടി പുഴയിൽ നീരൊഴുക്ക് കുറഞ്ഞതോടെ ശുദ്ധജല വിതരണ പദ്ധതികളുടെ പ്രവർത്തനം അവതാളത്തിലാകുമെന്ന ആശങ്കയെ തുടർന്ന് പുഴയുടെ പല ഭാഗങ്ങളിലും ജലലഭ്യത നന്നേ കുറഞ്ഞു. വാർത്തകൾ വിശദമായി. ത്രികോണ മത്സരത്തിന്റെ ആവേശത്തിൽ പാലക്കാട് വിധിയെഴുതി. രാവിലെ 7 മുതൽ വൈകുന്നേരം 6 വരെയായിരുന്നു വോട്ടെടുപ്പ്. 23-ന് ഫലമറിയാം. പോളിംഗ് പൂർത്തിയായതോടെ ശുഭപ്രതീക്ഷയിലാണ് മുന്നണികൾ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാവിലെ മുതൽ എല്ലാ ബൂത്തുകളിലും ദൃശ്യമായത് വോട്ടർമാരുടെ നീണ്ട നിര. 180 ബൂത്തുകളിലും രാവിലെ 7 മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പല ബൂത്തുകളിലും വോട്ടിംഗ് യന്ത്രം പണിമുടക്കിയെങ്കിലും വളരെ വേഗം തന്നെ പ്രശ്നം പരിഹരിച്ചു. പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ വോട്ടർ പട്ടിക കുറ്റമറ്റതല്ലെന്ന ആക്ഷേപങ്ങൾ ഉൾപ്പെടെ ഉയർന്നുവന്ന പാലക്കാട്ട് പട്ടികയിലെ ഇരട്ട വോട്ട് വിവാദം ഉൾപ്പെടെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തിയെന്ന് വേണം വിലയിരുത്താൻ. 1,94,706 വോട്ടർമാരാണ് അസംബ്ലി മണ്ഡലത്തിലുള്ളത്. ഇതിൽ 1 ലക്ഷത്തോളം പേർ ഉച്ചയ്ക്ക് 2:30 മുമ്പ് തന്നെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷവും ഗ്രാമ-നഗരഭേദമന്യേ നല്ല തിരക്കാണ് വിവിധ പോളിംഗ് ബൂത്തുകളിൽ ദൃശ്യമായത്. ലഭ്യമായ വിവരമനുസരിച്ച് 70% മുകളിലാണ് പാലക്കാട്ടെ പോളിംഗ്. 6 മണിക്ക് ശേഷവും ചില ബൂത്തുകളിൽ വോട്ടർമാർ അവശേഷിച്ചിരുന്നു. പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തിയവർക്ക് വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കിയ ശേഷമാണ് ഈ ബൂത്തുകളിൽ വോട്ടെടുപ്പ് നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ചത്. യന്ത്രത്തകരാറ് മൂലം ചില ബൂത്തുകളിൽ പോളിംഗ് അല്പനേരം തടസ്സപ്പെട്ടെങ്കിലും പൊതുവായി വോട്ടെടുപ്പിനെ ഇത് ബാധിച്ചില്ല. പാലക്കാട് വെണ്ണക്കര 48-ാം നമ്പർ ബൂത്തിൽ ചെറിയ തർക്കമുണ്ടായതൊഴിച്ച് മറ്റ് കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. UDF സ്ഥാനാർത്ഥി ബൂത്തിൽ കയറി വോട്ട് അഭ്യർത്ഥിച്ചുവെന്ന് ആരോപിച്ച് BJP പ്രവർത്തകരാണ് വെണ്ണക്കരയിൽ തർക്കമുണ്ടാക്കിയത്. LDFും ഇതേ ആരോപണം ഉന്നയിച്ചു. എന്നാൽ പോലീസ് സുരക്ഷ ശക്തമാക്കി പ്രവർത്തകരെ പിരിച്ചുവിടുകയായിരുന്നു. വോട്ടിംഗ് യന്ത്രങ്ങൾ വോട്ടെടുപ്പ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ കേന്ദ്രമായ പാലക്കാട് വിക്ടോറിയ കോളേജിലെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി. പോളിംഗ് പിന്നിടുമ്പോൾ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് LDF, UDF, NDA മുന്നണികൾ. കൂട്ടലുകളും കിഴിക്കലുകളുമായി ഇനി ആകാംക്ഷയുടെ കാത്തിരിപ്പ്. 23-ന് ഫലമറിയാം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഉപതെരഞ്ഞെടുപ്പിൽ മാത്തൂർ പഞ്ചായത്തിലെ വിവിധ ബൂത്തുകളിൽ രാവിലെ മുതൽ ദൃശ്യമായത് വോട്ടർമാരുടെ നീണ്ട നിരയാണ്. പോളിംഗ് പുരോഗമിക്കുമ്പോൾ മന്ദഗതിയിൽ വോട്ടിംഗ് നടക്കുന്ന മേഖലയിലെ 142-ാം നമ്പർ ബൂത്തിൽ മണിക്കൂറുകളോളം വരിയിൽ കാത്തുനിൽക്കേണ്ടി വന്നതിൽ പ്രതിഷേധവുമായി വോട്ടർമാരും രംഗത്തെത്തി. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ തന്നെ ബഹുഭൂരിഭാഗം കർഷകരും കർഷക തൊഴിലാളികളും ഉൾപ്പെടുന്ന മാത്തൂർ മേഖലയിൽ രാവിലെ മുതൽ തന്നെ വോട്ടിങ്ങിനായി എത്തിയത് നീണ്ട നിര തന്നെയായിരുന്നു. മാത്തൂർ പഞ്ചായത്തിലെ ബംഗ്ലാവ് സ്കൂളിലെ 139, 140 ബൂത്തുകളിലാണ് നീണ്ട നിര ദൃശ്യമായത്.
അതിനിടെ ആനിക്കോട് സരിക പബ്ലിക് സ്കൂളിലെ 142 നമ്പർ ബൂത്തിൽ വോട്ടിംഗ് വളരെ മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നതെന്ന പരാതിയും ഉയർന്നു. 2 മണിക്കൂറിലേറെ വോട്ടിങ്ങിനായി കാത്തു നിൽക്കേണ്ടി വരുന്ന സ്ഥിതിയാണെന്ന് വോട്ടർമാർ പരാതിപ്പെട്ടു. എത്ര സമയമായി? 1 മണിക്കൂർ ആയി അവിടെ നിൽക്കുന്നവരെ. ഇനി 1 മണിക്കൂർ കൊണ്ട് അങ്ങോട്ട് പോയി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഇരട്ട വോട്ടുകൾ പെട്ടെന്ന് തടയുക എന്നത് പ്രായോഗികമല്ലെന്ന മന്ത്രി എം പി രാജേഷിന്റെ വാദം തട്ടിപ്പെന്ന് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ. പാണക്കാട് തങ്ങളെ എന്തിനാണ് CPM ഇങ്ങനെ വർഗീയ ചുവയോടെ ആക്രമിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നും രാഹുൽ പറഞ്ഞു. രാവിലെ മണപ്പുള്ളിക്കാവിൽ ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു UDF സ്ഥാനാർത്ഥി. പാലക്കാട്ട് CPM BJPയുടെ പണിയെടുക്കുകയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ടുകൾക്കുള്ള സൗകര്യം ചെയ്തത് LDF തന്നെയാണ്. യുക്തിയില്ലാത്ത ന്യായമാണ് ഈ വിഷയത്തിൽ MP രാജേഷ് പറഞ്ഞത്. ജാള്യത മറയ്ക്കാനും അവരുടെ ഇരട്ട വോട്ടുകളെ സാധൂകരിക്കാനുമാണ് ലക്ഷ്യമിട്ടത്. ഇരട്ട വോട്ടുള്ള BJP ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഒരു മാതൃകയാകണമെന്നും രാഹുൽ പറഞ്ഞു. വോട്ടർ പട്ടികയിൽ പേര് ചേർത്താൻ വളഞ്ഞ വഴി ആർക്കും സ്വീകരിക്കാം. പാലക്കാട് ആര് തമ്മിലാണ് മത്സരമെന്ന് എല്ലാവർക്കും അറിയാം. പാണക്കാട് തങ്ങളെ എന്തിനാണ് CPM വർഗീയ ചുവയോടെ ആക്രമിക്കുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു. RSSനെ ഇതുവരെ തീവ്രവാദവൽക്കരിച്ച് മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നും രാഹുൽ പറഞ്ഞു. കെ സുരേന്ദ്രനെക്കുറിച്ച് എന്താണ് CPM പത്രപരസ്യം നൽകാത്തത്? RSSൽ നിന്ന് കോൺഗ്രസ് ആയ ഒരാളുടെ പ്രസ്താവന മാത്രം പത്രപരസ്യം ചെയ്യുകയും എന്നിട്ട് ഞങ്ങൾ RSSനെയാണ് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞു നടക്കുകയുമാണ് ഇവിടെ CPM ചെയ്യുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു. സ്വാഭാവികമായിട്ട് അതിനകത്ത് ആ വിഷയത്തിൽ ഞങ്ങൾ പരാതി കൊടുത്തു, ഉറപ്പായിട്ടും പരാതി കൊടുത്തു. അത് നമ്മൾ തർക്കം പറയേണ്ടുന്ന വിഷയം തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് പ്രായോഗികമായ ഒരു കാര്യം പറയാം. വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാൻ എന്നത് തടയുന്ന പ്രായോഗികമായി പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മന്ത്രി ഇപ്പോൾ പറയുന്നതെല്ലാം തട്ടിപ്പാണ്. കാരണം വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരാളുടെ വോട്ട് തടയുന്നതിനകത്ത് പ്രായോഗിക പ്രയാസമുണ്ട്. പക്ഷേ ഇന്നും BJP ജില്ലാധ്യക്ഷൻ്റെ ടൈറ്റിൽ കൊടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. എല്ലാ പ്രിയപ്പെട്ടവരോടും പറയുന്നത്, കാരണം രാവിലെ തന്നെ BJP ജില്ലാ പ്രസിഡന്റ് വോട്ട് തടയില്ല, പ്രായോഗികമായി തടയാൻ കഴിയില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല ഞാൻ പറഞ്ഞത് അത് സ്വാഭാവികമായിട്ട് ഇന്നും അതിനകത്ത് പരാതി നമ്മൾ ഉന്നയിക്കും. ആ പരാതി ഉന്നയിക്കുമ്പം പക്ഷേ അതാ ഞാൻ പറഞ്ഞത്, മന്ത്രി നടത്തുന്ന തട്ടിപ്പ് ഇന്ന് തടയും എന്ന് പറയുന്നതിനകത്ത് പ്രായോഗികമായി പോസിബിൾ അല്ല. ആണോ? നിങ്ങൾ തന്നെ പറയും. വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഈ സൗകര്യം എല്ലാം ചെയ്തു കൊടുത്തിട്ട് നമ്മുടെ ഇന്നത്തെ പരസ്യത്തിൻ്റെ ന്യായീകരണം പോലെ ആയിപ്പോയി. ഞങ്ങളുടെ ഈ പൈസ വളരെ കുറവായിരുന്നു, അതുകൊണ്ടാണ് CPMൻ്റെ പൈസ കുറവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. വളരെ സാധുക്കളുടെ പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതുപോലെ ഒരു യുക്തിയില്ലാത്ത ന്യായമാണ് പറയുന്നത്. ഞങ്ങൾ ഇന്ന് തടയും എന്ന് മന്ത്രി പറയുന്നത് ജാള്യത മറയ്ക്കാനും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജനങ്ങളെ വഞ്ചിച്ച ഷാഫി പറമ്പിലിനെതിരായ വിധിയെഴുത്താകും പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഷാഫി പറമ്പിലിനെതിരായ ജനങ്ങളുടെ പ്രതിഷേധം BJPക്ക് ഗുണകരമാകുമെന്ന് C. കൃഷ്ണകുമാർ പറഞ്ഞു. 2ാം സ്ഥാനത്തിനു വേണ്ടിയാണ് UDFും LDFും തമ്മിലുള്ള മത്സരമെന്നും കൃഷ്ണകുമാർ കൂട്ടിച്ചേർത്തു. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം കുറയാനുള്ള കാരണം രാഹുൽ ഗാന്ധിക്കെതിരായ വികാരമാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം മണ്ഡലത്തെ വഞ്ചിച്ച് രാഹുൽ ഗാന്ധിക്കെതിരായ പ്രതിഷേധമാണ് അവിടെ പ്രതിഫലിച്ചതെന്നും C. കൃഷ്ണകുമാർ പറഞ്ഞു. വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു വിധിയെഴുത്ത് NDAയുടെ വിജയം വഴി ഇന്ന് പാലക്കാട്ടുകാരെ വിധിയെഴുത്ത്. കൃഷ്ണകുമാർ, ഈ പോളിംഗ് നിരക്ക് ഉയരാനുള്ള സാധ്യതയാണോ കാണുന്നത്? എന്താണ് ഇതിൽ? കാരണം വയനാട്ടിൽ പ്രചരണം കുറഞ്ഞെങ്കിലും കുറയാണ്. വയനാട്ടിൽ കുറഞ്ഞത് കോൺഗ്രസിനെതിരായിട്ടുള്ള വിചാരം. തെരഞ്ഞെടുക്കപ്പെട്ട് അവിടുത്തെ ജനങ്ങളെ വഞ്ചിച്ചു പോയ ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധം അത് വോട്ടിങ്ങിൽ പ്രതിഫലിച്ചു. പാലക്കാട്ട് ഇത്തവണ പാലക്കാട്ടുകാരെ ഇതുപോലെ പാലക്കാടിനെ വഞ്ചിച്ചു പോയ UDFിൻ്റെ ജനപ്രതിനിധിക്കെതിരായിട്ടുള്ള വികാരം ഇത്തവണ വോട്ടിലൂടെ പ്രതിഫലിക്കും. അത് NDAക്ക് അനുകൂലമായിട്ടുള്ള വിധിയെഴുത്തായിരിക്കും. പാലക്കാടിലെ പൊതുരംഗത്ത് കഴിഞ്ഞ 3 പതിറ്റാണ്ടിലധികമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന, ജനങ്ങൾക്കൊപ്പം കോവിഡ് കാലത്തും പ്രളയകാലത്തും എല്ലാം ഉണ്ടായിരുന്ന. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് UDF രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുരുതി കൊടുക്കുകയാണെന്ന് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി Dr. P. സരിൻ. സ്ഥാനാർത്ഥിയായതു മുതൽ സ്ഥിരബോധം നഷ്ടപ്പെട്ട രാഹുൽ 23 വരെ പരസ്പര വിരുദ്ധമായി സംസാരിച്ചുകൊണ്ടിരിക്കും. ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് നമ്മൾ മാനുഷിക പരിഗണന നൽകണമെന്നും Dr. P. സരിൻ പറഞ്ഞു.
ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വന്ന ശേഷം മാത്രമേ രാഹുലിന് സ്ഥിരബുദ്ധി തിരിച്ചു കിട്ടുകയുള്ളൂവെന്ന് ഡോക്ടർ പി സരിൻ പറഞ്ഞു. പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുരുതി കൊടുക്കുകയാണ് UDF ചെയ്യുന്നതെന്ന് ഫലം വന്നാൽ മാത്രമേ രാഹുൽ തിരിച്ചറിയുകയുള്ളൂ. അത് 23-ാം തീയതി രാഹുൽ പറഞ്ഞാൽ ഞാനതിനെ വിശ്വാസത്തിലെടുക്കാം. തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ആ സ്ഥാനാർത്ഥി പറയുന്ന ഒന്നും വിശ്വസിക്കാൻ കൊള്ളാത്തതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ടും വന്ന് ആ മനുഷ്യൻ പറയുന്ന ഏത് വാക്കിനെയും ഞാൻ വിശ്വാസത്തിലെടുക്കാം. അപ്പോഴേക്കെങ്കിലും സ്ഥിരബോധം തിരിച്ചു കിട്ടും. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കുറച്ചെങ്കിലും ഒരു സഹതാപം അദ്ദേഹത്തിന് കൊടുക്കണം. വന്ന് കുരുതി കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരു പരിഗണന മാനുഷികമായിട്ട് നമ്മൾ കോൺഗ്രസ് നേതാവെന്ന് രാഹുൽ എങ്ങനെ കാണുന്നു? അങ്ങനെ ഒരു നേതാവൊന്നുമല്ല. എത്ര വയസ്സായിടും? എന്ത് ചോദ്യം അത്? പ്രായത്തിന്റെ മാനദണ്ഡമല്ല. ജനങ്ങളെടുത്തുനിന്ന് ചോദിച്ചാൽ ആരാ ഇവിടുത്തെ യഥാർത്ഥ യൂത്ത് എന്ന് അപ്പം മനസ്സിലാവും. ഇരട്ട വോട്ടുകളുള്ള ബൂത്തുകളിൽ LDF ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഒരു തരത്തിലും ഇരട്ട വോട്ടുകൾ ചെയ്യാൻ അനുവദിക്കില്ല. BJP ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ മാന്യത കാണിക്കണം. ഇരട്ട വോട്ട് വിഷയത്തിൽ പരാതിയുമായി മുന്നോട്ടു പോയത് LDF മാത്രമാണെന്നും പി സരിൻ പറഞ്ഞു. 70,000-ത്തിലധികം വോട്ടുകൾ ഇടതുപക്ഷത്തിന് ലഭിക്കും. ചിലർ വരുത്തിവെച്ച വിനയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ്. അതിനുള്ള പ്രായശ്ചിത്തം പാലക്കാട്ടുകാർ തന്നെ ചെയ്യുമെന്നും പി സരിൻ പറഞ്ഞു. രാവിലെ പാലക്കാട് മണപ്പുള്ളിക്കാവിൽ ഭാര്യ സൗമ്യയ്ക്കൊപ്പം ദർശനം നടത്തിയതിന് ശേഷമായിരുന്നു ഡോക്ടർ സരിന്റെ പ്രതികരണം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട്ട് ഇടതുപക്ഷത്തിന് യോജിച്ച ചിഹ്നം ബൂമറാങ് ആയിരുന്നുവെന്ന് ഷാഫി പറമ്പിൽ MP. മണപ്പുള്ളിക്കാവ് ഗവൺമെന്റ് LP സ്കൂളിൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷം ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും അവർക്ക് തന്നെ തിരിച്ചടിയാകുന്ന അവസ്ഥയാണുണ്ടായത്. ഇതുകൊണ്ട് തന്നെ LDFന് പറ്റിയ ചിഹ്നം ബൂമറാങ് ആയിരുന്നെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. BJPയെ സഹായിക്കാനാണ് CPM ഇതുവരെ ശ്രമിച്ചത്. LDF കൊണ്ടുവന്ന കഥകൾ എല്ലാം സൃഷ്ടിക്കപ്പെട്ടവയായിരുന്നു. ഇതൊന്നും ജനങ്ങൾ മുഖവിലക്കെടുത്തില്ല. BJPയെ സഹായിക്കാൻ വേണ്ടി മാത്രമായി CPM മെനഞ്ഞ നാടകങ്ങളാണ് പാലക്കാട്ട് നടന്ന പലതും. ഘടകകക്ഷികൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിൽ CPM ഈ തെരഞ്ഞെടുപ്പിൽ മാറിയെന്ന് ഷാഫി പറമ്പിൽ ആക്ഷേപിച്ചു. എനിക്ക് തോന്നുന്നു അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഉപയോഗിച്ച ചിഹ്നത്തെക്കാൾ നല്ലത് ബൂമറാങ് ആയിരുന്നു നല്ലത്. ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർക്ക് തന്നെ തിരിച്ചടിയാവുന്നതാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതെല്ലാം സൃഷ്ടിക്കപ്പെട്ട ഒന്നായിരുന്നു എന്നുള്ളത്. രണ്ട്, അതൊന്നും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളായിരുന്നില്ല എന്നുള്ളത്. ഏറ്റവും പ്രധാനം, അതെല്ലാം BJPയെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പോലും, അവരുടെ പ്രവർത്തകർക്ക് പോലും, അവരുടെ ഘടകകക്ഷികൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിൽ അത് ബൂമറാങ്ങായി തിരിച്ചു വന്നത്. നമ്മൾ ഇന്നലെ കണ്ടപ്പോൾ പറഞ്ഞതാണല്ലോ, ദാർശനികമായി പരിശോധിച്ചാൽ RSSുമായി സമരസപ്പെട്ടു പോകുന്ന ഒരു മനസ്സല്ല സന്ദീപ് വാര്യർക്കുള്ളതെന്ന് ഞങ്ങളെക്കാൾ മുമ്പ് പറഞ്ഞത് AK ബാലനാണ്. RSSുമായി സമരസപ്പെട്ടു പോകുന്ന മനസ്സല്ല സന്ദീപ് വാര്യർക്കുള്ളതെന്ന് ആദ്യമായി പറഞ്ഞത് AK ബാലനാണ്. സന്ദീപ് വാര്യർക്ക് മുന്നിൽ വാതിലുകൾ കൊട്ടിയടയ്ക്കുകയല്ല വേണ്ടത്, അവരെ മാറ്റിയെടുത്തു കൊണ്ടുവരികയാണ് വേണ്ടതെന്ന് പറഞ്ഞത് MB രാജേഷ് ആയിരുന്നു. LDFന്റെ പത്രപരസ്യം ഉൾപ്പെടെ ബൂമറാങ്ങായി ഇപ്പോൾ അവർക്ക് തിരിച്ചടിക്കുകയാണ്. BJPയെ സഹായിക്കാൻ LDF കൂട്ടുനിൽക്കുന്നതായി അണികൾക്ക് വരെ ബോധ്യപ്പെട്ടു തുടങ്ങി. പ്രവർത്തകർ തന്നെ മാറി നിൽക്കുന്ന സമീപനം ഈ തെരഞ്ഞെടുപ്പിൽ കാണാനായി. പാലക്കാട്ട് 5 അക്ക ഭൂരിപക്ഷത്തിൽ UDF വിജയിക്കുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിൽ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ 5 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. പരിശോധന ശക്തമാക്കുമെന്നും ആഴ്ചയിൽ 2 ദിവസം പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മേയർ MK വർഗീസ് അറിയിച്ചു. രാമവർമ്മപുരം ബേ ലീഫ്, ഈസ്റ്റ് ഫോർട്ട് നവ്യ റെസ്റ്റോറന്റ്, കൊക്കാലെ നാഷണൽ സ്റ്റോർ, പൂങ്കുന്നം അറേബ്യൻ ട്രീറ്റ്, വെസ്റ്റ് ഫോർട്ട് കിൻസ് ഹോട്ടൽ എന്നിവിടങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. 4 സ്ക്വാഡുകളായി തിരിഞ്ഞ് തൃശൂർ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം 34 ഹോട്ടലുകളിലാണ് പരിശോധന നടത്തിയത്. ഇതിൽ 21 ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. 5 ഹോട്ടലുകളിൽ നിന്ന് പിഴ ഈടാക്കി. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് മേയർ MK വർഗീസ് അറിയിച്ചു. ആഴ്ചയിൽ 2 ദിവസം പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃശൂരിലെ ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കാനെത്തുന്ന ജനങ്ങൾക്ക് ഗുണമേന്മയുള്ള ഭക്ഷണം ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും ഏത് വമ്പൻ ഹോട്ടലുകളായാലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും മേയർ വ്യക്തമാക്കി.
ശതമാനം പരിശോധന ശക്തമാക്കിയേ പറ്റൂ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഇപ്പോൾ ഇവിടെ പിടിച്ചെടുത്തിട്ടുള്ളത് മനസ്സിലാക്കുന്നത്. കാരണം നമുക്കറിയാം നമ്മുടെ സ്ക്വാഡ് വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ തയ്യാറായി. ആഴ്ചയിൽ 2 ദിവസം നമ്മൾ ഈ സ്ക്വാഡ് ഇറക്കാനാണ് തീരുമാനിക്കുന്നത്. എല്ലാ ആഴ്ചയിലും 2 ദിവസം നിർബന്ധമായിട്ടും ഈ സ്ക്വാഡ് പ്രവർത്തിക്കും. കാരണം ജനങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം. അത് കോർപ്പറേഷൻ്റെ പരിധിയിൽ ആ ഒരു വിഷയത്തിനകത്ത് എത്ര വലിയ കൊമ്പൻ ഹോട്ടലായാലും കുഴപ്പമില്ല, ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾ ചെയ്യില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂരിൽ ആരോഗ്യവകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ നടത്തിയ ശുചിത്വ പരിശോധനയിൽ ലൈസൻസും ഹെൽത്ത് കാർഡുമില്ലാതെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന 2 സ്ഥാപനങ്ങൾ അടപ്പിച്ചു. മാലിന്യം കത്തിച്ചതിനും പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയതിനുമായി പിഴയും ഈടാക്കി. പ്രദേശത്തെ വിവിധ സ്ഥലങ്ങളിലെ ഹോട്ടലുകൾ, ബേക്കറികൾ, കൂൾബാറുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ആരോഗ്യവകുപ്പിന്റെ പരിശോധന നടന്നത്. പരിശോധനയിൽ മതിയായ രേഖകളില്ലാതെ പ്രവർത്തിച്ച 5 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പുകവലി നിരോധന നിയമപ്രകാരം 7 സ്ഥാപനങ്ങളിൽ നിന്നായി 1400 രൂപയും ഫൈൻ ഈടാക്കി. ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സുരേഷ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ ബിന്ദു, ഗണേഷ് ശർമ്മ, ആർ രമ്യ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുൽ ഷമീം, ക്ലാർക്ക് ഫാഷിർ റഹ്മാൻ, ഹരിതകർമ്മസേന ബ്ലോക്ക് കോർഡിനേറ്റർ കെ റഷീദ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. വാണിയംകുളം കോതകുറിശി റോഡിൽ പത്തംകുളം സീഡ് ഫാമിന് സമീപം വാഹനാപകടത്തിൽ 6 പേർക്ക് പരിക്ക്. സ്വകാര്യ ബസും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. രാവിലെ 8:30യോടെയാണ് അപകടം നടന്നത്. ഷൊർണൂരിൽ നിന്ന് യാത്രക്കാരെ കയറ്റി പെരിന്തൽമണ്ണയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് സീഡ് ഫാമിന് സമീപത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത്. ബസ് ഡ്രൈവർ ഉൾപ്പെടെ 6 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. പരിക്കേറ്റവരെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 വാഹനങ്ങളും ഒരേ ദിശയിലാണ് സഞ്ചരിച്ചിരുന്നത്. മുന്നിൽ പോവുകയായിരുന്ന ലോറി റോഡിന്റെ മറുഭാഗത്തേക്ക് കടക്കുന്നതിനിടെ ബസ് ഡ്രൈവറുടെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. 2 വാഹനങ്ങളും സമീപത്തെ സ്വകാര്യ സ്ഥാപനത്തിന്റെ മതിൽ ഇടിച്ചു തകർത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോട്ടായി പെരിങ്ങോട്ടുകുറിശി റൂട്ടിലെ ഈസ്റ്റ് പരുത്തിപ്പുള്ളിയിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന്റെ പിൻചക്രം ഊരിപ്പോയി. നിയന്ത്രണം വിട്ട കാർ മതിലിടിച്ചു നിന്നു. കാർ ഡ്രൈവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയായിരുന്നു അപകടം നടന്നത്. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജനം CPM BJP ഡീൽ നടന്നിട്ടുണ്ടെന്ന ആരോപണവുമായി മുസ്ലിം ലീഗ് നേതാവും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ VM അൻവർ സാദിഖ്. 5 സീറ്റ് BJPക്ക് അനുകൂലമായി വിഭജിച്ചു നൽകിയാൽ ശേഷിക്കുന്ന 10 സീറ്റിൽ CPMനെ പിന്തുണയ്ക്കുമെന്നാണ് ഡീലെന്നും ഇതിലൂടെ 2030 പഞ്ചായത്ത് ഭരണമാണ് BJP ലക്ഷ്യമിടുന്നതെന്നും അൻവർ സാദിഖ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർഡ് വിഭജനത്തിനെതിരെ മുസ്ലിം ലീഗ് നിയമ നടപടിയുമായി മുന്നോട്ടു പോകും. പുതിയ വാർഡുണ്ടാക്കിയത് 75% BJPക്ക് അനുകൂലമായ വോട്ടുകളുള്ള പ്രദേശം ചേർത്താണ്. ഇതെല്ലാം നേരത്തെ മനസ്സിലാക്കി മുസ്ലിം ലീഗ് പഞ്ചായത്തിൽ നിന്ന് വിവരാവകാശ പ്രകാരം രേഖകളെല്ലാം കൈപ്പറ്റിയിരുന്നു. ഇതെല്ലാം വെച്ച് ജില്ലാ കളക്ടർക്കും ഡിലിമിറ്റേഷൻ കമ്മിറ്റിക്കും പരാതി നൽകുമെന്നും ആവശ്യമെങ്കിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകുമെന്നും അൻവർ സാദിഖ് പറഞ്ഞു. മണ്ണൂർ പഞ്ചായത്തിൽ സംസ്ഥാനം ഒട്ടുക്കും CPMും BJPയും തമ്മിലുള്ള ഒരു അന്തർധാര, അതിന്റെ ഭാഗമായി തന്നെയാണ് മണ്ണൂർ പഞ്ചായത്തിലും വാർഡ് വിഭജനം നടത്തിയിരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 5 വാർഡ് BJPക്ക് പതിച്ചു നൽകുന്ന രീതിയിലുള്ള വിഭജനമാണ് CPM മണ്ണൂർ പഞ്ചായത്തിൽ നടത്തിക്കൊടുത്തിരിക്കുന്നത്. ഒരു പുതിയ വാർഡുണ്ടാക്കിയത് 90% BJP വോട്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വാർഡ് വിഭജനം. അതുപോലെ തന്നെ മറ്റുള്ള വാർഡുകളും BJPക്ക് അനുകൂലമാകുന്ന രീതിയിൽ ഉണ്ടാക്കിക്കൊടുത്തിരിക്കുകയാണ് CPM. ഈ വാർഡ് വിഭജനത്തിനെതിരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ശക്തമായി നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. വാർത്താസമ്മേളനത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KP മുനീർ, പഞ്ചായത്ത് അംഗം PU റെജില, PM സാദിഖ് അലി, ഹക്കീം, മുസാദിഖ്, ഫാസിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. ഗുരുവായൂരിൽ വീട്ടമ്മയുടെ 5.5 പവൻ സ്വർണ്ണമാല കവർന്നു. കിഴക്കേ നടയിൽ താമസിക്കുന്ന ലിജീഷിന്റെ ഭാര്യ സിന്ധുവിന്റെ താലിമാലയാണ് കവർന്നത്. രാവിലെ 6:30യോടെയായിരുന്നു സംഭവം. വീടിന് പിറകുവശത്തിരുന്നിരുന്ന സിന്ധുവിന്റെ മാല പിറകിലൂടെ എത്തിയ മോഷ്ടാവ് ഊരിയെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു. ഇവർ വീടിന് പിറകിൽ അരി കഴുകുകയായിരുന്നു. കുനിഞ്ഞു നിന്നിരുന്ന ഇവരുടെ പിറകിലൂടെ എത്തിയ മോഷ്ടാവ് മാല തലയിലൂടെ ഊരിയെടുത്ത് ഓടി രക്ഷപ്പെട്ടു. സിന്ധു ഭയന്ന് നിലവിളിച്ചതോടെ നാട്ടുകാർ ഓടിക്കൂടിയെങ്കിലും മോഷ്ടാവിനെ കണ്ടെത്താനായില്ല.
മോഷ്ടാവ് മുഖം മറച്ചിരുന്നതായി ഇവർ പറഞ്ഞു. ഇവരുടെ തൊട്ടടുത്തുള്ള 2 വീടുകളിൽ മോഷണ ശ്രമവും നടന്നിട്ടുണ്ട്. പൊന്നരാശ്ശേരി മണികണ്ഠൻ, മനയിൽ രഘുനാഥ് എന്നിവരുടെ വീടുകളിലാണ് മോഷണ ശ്രമം നടന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും ഘട്ടം ഘട്ടമായി ഭിന്നശേഷി സൗഹൃദ ഇൻക്ലൂസീവ് വിദ്യാലയങ്ങളാക്കി മാറ്റുമെന്ന് മുഹമ്മദ് മൊഹ്സിൻ MLA. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കും യാതൊരു വിവേചനവുമില്ലാതെ മുഖ്യധാരാ വിദ്യാഭ്യാസം പൂർണ്ണമായും ലഭ്യമാക്കുക ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഉൾച്ചേരൽ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ വിദ്യാലയങ്ങൾക്ക് 2.5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും MLA അറിയിച്ചു. എല്ലാവർക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എന്നത് ഭരണഘടനാനുസൃതമായ അവകാശമാണ്. വിദ്യാഭ്യാസ ചരിത്രത്തിലെ പ്രത്യേകിച്ചും ഭിന്നശേഷിക്കാരായവരെ സംബന്ധിച്ച് പ്രത്യയശാസ്ത്രപരമായ ഒരു പരിവർത്തനമാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം. എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന വിശാല കാഴ്ചപ്പാടിനൊപ്പം പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെയും പൊതുവിദ്യാഭ്യാസ ധാരയിൽ ചേർത്ത് നിർത്തിയെന്നത് വിദ്യാഭ്യാസത്തിന്റെ മാനവിക തലം ഉയർത്തിക്കാട്ടുന്നു. കാലാകാലങ്ങളായി നിലവിൽ വന്ന നിയമങ്ങളുടെയും അന്താരാഷ്ട്ര ധാരണകളുടെയും നയപരിപാടികളുടെയും ഫലമായി എല്ലാ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കണമെന്ന വ്യവസ്ഥ വന്നതോടെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും ഉൾച്ചേർക്കലിലൂടെ സാധാരണഗതിയിലുള്ള വിദ്യാഭ്യാസം പ്രാവർത്തികമായി. ശേഷികൾ, സംസ്കാരം, സാമൂഹ്യ പശ്ചാത്തലം, ബുദ്ധിസാമർഥ്യം, ലിംഗം തുടങ്ങിയവയിൽ വ്യത്യസ്തത പുലർത്തുന്നുണ്ടെങ്കിലും യാതൊരുവിധ വേർതിരിവുമില്ലാതെ ഇവർക്ക് പൊതുവിദ്യാഭ്യാസം പങ്കിടാൻ അവസരം ലഭിക്കുന്നു. പഠന പ്രവർത്തനങ്ങളിൽ പൂർണ്ണ പങ്കാളിത്തം ഉറപ്പാക്കുന്നു. തുല്യനീതിയും തുല്യ അവസരവും തുല്യ പങ്കാളിത്തവും ഭിന്നശേഷിക്കാർക്കും പ്രാപ്യമാക്കുക എന്നതാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിന്റെ ദാർശനിക കാഴ്ചപ്പാട്. ഇതിന്റെ ഭാഗമായി കിടപ്പ് രോഗികളായ കുട്ടികളെ ചുരുങ്ങിയ ദിവസങ്ങളെങ്കിലും സ്കൂൾ ക്യാമ്പസിൽ എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ നടത്താനുള്ള ആലോചനയും നടക്കുന്നുണ്ട്. കുട്ടികളുടെ ബഡീസ് ഗ്രൂപ്പുകൾ ഭിന്നശേഷിക്കാരായ കുട്ടികളെ ഉൾപ്പെടുത്തി ഉണ്ടാക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളത്ത് വെച്ച് നടന്ന ഒളിമ്പിക്സ് മോഡൽ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഇൻക്ലൂസീവ് കായികമേള നടത്തുകയും അവരടക്കമുള്ള മാർച്ച് പാസ്റ്റ് സംഘടിപ്പിക്കുകയും ചെയ്തത് കേരളത്തിൽ ഉൾച്ചേർക്കൽ വിദ്യാഭ്യാസത്തിന്റെ മുന്നേറ്റത്തെ സൂചിപ്പിക്കുന്നതാണ്. പദ്ധതിയുടെ ഭാഗമായി പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ GHSS പട്ടാമ്പി, GHSS കൊപ്പം, GHSS വിളയൂർ എന്നീ സ്കൂളുകൾക്ക് 2,44,000 രൂപ വീതം അനുവദിച്ചിട്ടുണ്ടെന്നും ബന്ധപ്പെട്ട എല്ലാവരുടെയും കൂടിയാലോചനയിലൂടെ പദ്ധതി നടപ്പിലാക്കുമെന്ന് മുഹമ്മദ് മൊഹ്സിൻ MLA അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഭാരതപ്പുഴയിൽ ജലനിരപ്പ് കുറയുന്നുവെന്ന ആശങ്കയുടെ പശ്ചാത്തലത്തിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള തടയണയുടെ ഷട്ടറുകൾ അടച്ചു. വേനൽമഴയുടെ ലഭ്യതക്കുറവുണ്ടായ സാഹചര്യത്തിൽ വരുന്ന വേനൽക്കാലത്തേക്ക് ജലം കരുതിവെക്കുക ലക്ഷ്യമിട്ടാണ് അധികൃതരുടെ നടപടി. ഭാരതപ്പുഴയിൽ ജലനിരപ്പ് കുറവാണെന്നും വേനൽമഴയുടെ ലഭ്യതക്കുറവുണ്ടായ സാഹചര്യത്തിൽ വരുന്ന വേനൽക്കാലം ലക്ഷ്യമിട്ട് ജലം സംഭരിച്ചു വെക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് STV ന്യൂസ് നൽകിയ വാർത്തയെ തുടർന്നാണ് അധികൃതരുടെ നടപടി. വേനൽമഴയുടെ ലഭ്യതക്കുറവ് മുന്നിൽ കണ്ട് ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വരുന്ന മാസങ്ങളിൽ കടുത്ത ജലക്ഷാമം നേരിടേണ്ടി വരുമെന്ന ആശങ്ക കൂടി പരിഗണിച്ചാണ് ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള തടയണയുടെ ഷട്ടറുകൾ അടയ്ക്കാനുള്ള നടപടി സ്വീകരിച്ചത്. എന്നാൽ നിലവിൽ സ്ഥാപിച്ച ഷട്ടറുകൾ നേരത്തെ ചോർച്ചയുണ്ടായതിനെ തുടർന്ന് മാറ്റിയ ശേഷം സാങ്കേതിക തകരാർ പരിഹരിച്ച് വീണ്ടും അതേ ഷട്ടറുകൾ തന്നെയാണ് പുനഃസ്ഥാപിച്ചിട്ടുള്ളതെന്ന ആരോപണവും ഉയരുന്നുണ്ട്. നിലവിൽ സ്ഥാപിച്ച ഷട്ടറിന്റെ ഗുണനിലവാരം പരിശോധിച്ച് കാര്യക്ഷമമായ നടപടി അധികൃതർ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ പ്രധാന ആവശ്യം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പറളി ഉപജില്ലാ സ്കൂൾ കലോത്സവം തുടരുന്നു. 2ാം ദിനത്തിൽ ആസ്വാദകരുടെ മനം കവർന്ന് പറളി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച ഇരുള നൃത്തം ആദിവാസി ഗോത്രത്തിൽ ഉൾപ്പെട്ട ഇരുള വിഭാഗക്കാരുടെ പാരമ്പര്യ നൃത്തമായ ഇരുള നൃത്തം ജില്ലാ കലോത്സവത്തിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പറളി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉപജില്ലാ കലോത്സവം പുരോഗമിക്കുമ്പോൾ ആസ്വാദകരുടെ മനം കവർന്ന് ഇരുള നൃത്തം. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി മേഖലയിൽ ആദിവാസി ഗോത്രക്കാരിൽ ഇരുള വിഭാഗക്കാരുടെ പാരമ്പര്യ നൃത്തമാണ് ഇരുള നൃത്തം.
മരണാനന്തര ചടങ്ങ്, കൃഷി വിളവെടുപ്പ്, കുമ്മിയാട്ടം എന്നീ ഗോത്രാചാരങ്ങളുടെ ഭാഗമായി ഇരുള നൃത്തം അവതരിപ്പിച്ചു വരുന്നു. ഇരുള സമുദായത്തിന്റെ പാരമ്പര്യ നൃത്തങ്ങളിലൊന്നായ കുമ്മിയാട്ട നൃത്തമാണ് പറളി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ചത്. അട്ടപ്പാടിയിൽ നിന്നും ഇരുള സമുദായക്കാരനായ ആദിവാസി യുവാവിനെ എത്തിച്ച് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പരിശീലനം നൽകിയാണ് ഇരുള നൃത്ത സംഘത്തെ സജ്ജമാക്കിയത്. പറളി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇരുള നൃത്തം ജില്ലാ കലോത്സവത്തിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊട്ടായി. വാണിയംകുളം പനിയൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം പശുക്കുട്ടിയെ നറുക്കെടുക്കൽ പരിപാടി നടത്തി. സഹകരണ വികസന പരിപാടിയുടെ ഭാഗമായാണ് നറുക്കെടുപ്പ് നടത്തിയത്. നറുക്കെടുപ്പിനോടനുബന്ധിച്ച് കർഷകരെ ആദരിച്ചു. കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ചെയർമാൻ KS മണി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്ഷീരമേഖലയുടെ എത്ര ഉന്നത മേഖലയിൽ പോകണമെങ്കിൽ അടിസ്ഥാനപരമായി നമ്മൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ക്ഷീര കർഷകനായിരിക്കണം എന്നത് നമ്മൾ ഈ ഡയറി സെക്ടറിൽ ക്ഷീരമേഖലയിൽ ആനന്ദ മാതൃകയിലല്ലാത്ത ഒരു മേഖലയിലുമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ വളർച്ചയ്ക്ക് ആധാരമായി രാജ്യം ഇത്രയധികം ക്ഷീരമേഖലയിൽ മുന്നോട്ട് പോയത്. ഡോക്ടർ വർഗീസ് കുര്യൻ വിഭാവനം ചെയ്ത ആനന്ദ മാതൃകാ സംവിധാനങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കി വന്നപ്പോഴാണ് രാജ്യം ക്ഷീരമേഖലയിലെ കുതിച്ച് മുന്നോട്ട് പോയി ഇന്ന് ലോകത്ത് മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന പാലിന്റെ 1/4 ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി നമ്മൾ 27 കൊല്ലമായി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ചെറിയ കാര്യമല്ല. മലബാർ മേഖല ക്ഷീരോത്പാദക യൂണിയൻ ഭരണസമിതി അംഗം VV ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംഘം സെക്രട്ടറി K അംബിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. മിൽമ പട്ടാമ്പി PTI യൂണിറ്റ് ഹെഡ് M നാരായണൻകുട്ടി സംഘത്തിൽ ഏറ്റവും കൂടുതൽ പാലളന്ന കർഷകനെ ആദരിച്ചു. ഒറ്റപ്പാലം ക്ഷീരവികസന ഓഫീസർ VP ശ്രീലത, സംഘം പ്രസിഡന്റ് CG സുനിത, പഞ്ചായത്ത് അംഗം VT നളിനി, J ഷീജ, OA അമൃത, P വാസു, P സേതുമാധവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പി പള്ളിപ്പുറം പാതയിലെ കൊടുമുണ്ട ഗേറ്റ് മുതൽ കടവ് വരെയുള്ള പ്രദേശത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി CPM പ്രവർത്തകർ. മേഖലയിലെ റോഡിന് ഇരുവശങ്ങളിലുമായി കാട് പിടിച്ചു കിടന്നിരുന്ന സ്ഥലങ്ങളാണ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കിയത്. കൊടുമുണ്ട ഗേറ്റ് CPM പ്രവർത്തകരുടെയും ഗേറ്റ് സഖാക്കൾ വാട്സാപ്പ് കൂട്ടായ്മയുടെയും നേതൃത്വത്തിലാണ് പ്രദേശത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. 20ഓളം പേർ സന്നദ്ധ സേവനത്തിൽ പങ്കെടുത്തു. മുതുതല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C മുകേഷ്, CPIM പെരുമുടിയൂർ ലോക്കൽ കമ്മിറ്റി അംഗം K സുകുമാരൻ, CPIM നിലപ്പറമ്പ് ബ്രാഞ്ച് സെക്രട്ടറി C വാസുദേവൻ, യാറം ബ്രാഞ്ച് സെക്രട്ടറി KT നാഫിഖ്, DYFI പെരുമുടിയൂർ മേഖലാ സെക്രട്ടറി P അഭിലാഷ്, K മുസ്തഫ, KT മുഹമ്മദ് അലി തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ തൃശൂർ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. കേച്ചേരി ആളൂർ റോഡിൽ പ്രവർത്തനം ആരംഭിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം ജില്ലാ അമീർ H സുലൈമാൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നവംബർ 24 ഞായറാഴ്ച സിറ്റി പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ദൈവവിശ്വാസം സമാധാനത്തിലേക്കുള്ള പാത എന്ന പ്രമേയത്തിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ തൃശൂർ പാലക്കാട് ജില്ലാ സമ്മേളനം നടക്കുന്നത്. സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ സമ്മേളന കമ്മിറ്റി ഭാരവാഹികളായ M അബ്ദുൾ ബഷീർ, അബ്ദുൾ ഖാദർ ആളൂർ, മൗലവി ഗുലാം അഹമ്മദ് ആളൂർ, അഷ്റഫ് ചാവക്കാട്, മൗലവി മുഹമ്മദ് തൽഹ, കമാൽ ചാവക്കാട്, മൗലവി മുഹമ്മദ് സലീം ചേലക്കര, മൗലവി ഫസൽ, അഹമ്മദ് കാവശ്ശേരി, മൗലവി റഹീം, അഹമ്മദ് അൽനല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ കണയം കുമ്പാരൻകട്ടിയിൽ സംഘടിപ്പിച്ച ഇലക്ട്രിക് വീൽ പോട്രി ട്രെയിനിംഗ് സമാപിച്ചു. സമാപന യോഗത്തിൽ KVIC എക്സിക്യൂട്ടീവ് ഓഫീസർ ഭരണീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. കേരള കുമ്പാര സമുദായ സംഘം പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കുഞ്ഞുകുട്ടൻ അധ്യക്ഷത വഹിച്ചു. പോട്രി ട്രെയിനർ ഗോപകുമാർ, കുത്തനൂർ മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. CPM ഓങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SG സുരേഷ് അനുസ്മരണം സംഘടിപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ MM നാരായണൻ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് സുരേഷിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും അതിൻ്റെ സവിശേഷമായ ശൈലിവിശേഷങ്ങളും ഇവിടെ അനുസ്മരിക്കാൻ ഞാൻ പ്രാപ്തനല്ല. അതുകൊണ്ട് സുരേഷിൻ്റെ ഈ ചരമദിനത്തിൽ അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഈ സന്ധ്യയ്ക്ക് സാമാന്യമായ ചില കാര്യങ്ങൾ
കുറച്ച് സമയം മാത്രം എടുത്ത് പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. ഈ സമത്വം എന്നുള്ള ആശയം, അല്ലെങ്കിൽ സങ്കല്പന, ആദ്യമായിട്ട് വരുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സന്ദർഭത്തിൽ. ഓങ്ങല്ലൂരിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ CPM പട്ടാമ്പി ഏരിയ കമ്മിറ്റി അംഗം AM നാരായണൻ അധ്യക്ഷനായി. CPM വാടാനംകുറിച്ചി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PP വിജയൻ സ്വാഗതം ആശംസിച്ചു. ഏരിയ കമ്മിറ്റി അംഗം A ശങ്കരൻകുട്ടി, AN നീരജ്, PV രതീഷ്, TV ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. VC ദേവദാസ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മാങ്ങോട് കേരള മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ സ്പന്ദനം മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. 25 മുതൽ 30 വരെ മാങ്ങോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരിക്കും മെഗാ ക്യാമ്പെന്ന് അധികൃതർ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും വടക്കൻ കേരളത്തിലെ പ്രശസ്ത ഡോക്ടർമാരുടെ സേവനവും സമന്വയിപ്പിച്ചാണ് ക്യാമ്പ് നടത്തുന്നതെന്ന് അധികൃതർ അറിയിച്ചു. രാവിലെ 9 മണി മുതൽ ആരംഭിക്കുന്ന ക്യാമ്പിന്റെ സേവനം ഉച്ചയ്ക്ക് 2 മണി വരെ ലഭിക്കും. 12ഓളം വിഭാഗങ്ങളിൽ വിദഗ്ധരുടെ സേവനങ്ങൾ ലഭ്യമായിരിക്കും. സൗജന്യ രജിസ്ട്രേഷൻ, സൗജന്യ കൺസൾട്ടേഷൻ, ഡോക്ടർ നിർദ്ദേശിക്കുന്നവർക്ക് 2500 രൂപ വില വരുന്ന പ്രമേഹ പരിശോധന, ബോഡി മാസ് ഇൻഡെക്സ് പരിശോധന, അസ്ഥി ബലക്ഷയ പരിശോധന, ഡയബറ്റിക് ന്യൂറോപ്പതി പരിശോധന എന്നിവയും സൗജന്യമാണ്. ഡിപ്പാർട്ട്മെൻറ്റുകൾ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഓർത്തോപെഡിക്സ്, ENT, പീഡിയാട്രിക്സ്, ഗൈനക്കോളജി, പൾമനോളജി, ഡെർമറ്റോളജി, റേഡിയോളജി, ഡെന്റിസ്ട്രി, ഡയറ്റീഷ്യൻ, ഫിസിയോതെറാപ്പി കൂടാതെ രക്തപരിശോധനകൾക്ക് 70% ആനുകൂല്യവും CT സ്കാൻ ഉൾപ്പെടെയുള്ള റേഡിയോളജി സേവനങ്ങൾക്ക് 50% ആനുകൂല്യവും ക്യാമ്പിൽ ലഭിക്കും. കിടത്തി ചികിത്സയോ ശസ്ത്രക്രിയയോ ആവശ്യമായി വരുന്നവർക്ക് പ്രത്യേക ആനുകൂല്യം ലഭിക്കും. കേരള മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഈ വരുന്ന നവംബർ 25 മുതൽ 30 വരെ ഒരു മെഗാ ക്യാമ്പ് നടത്തുന്നുണ്ട്. അതിൽ എല്ലാ ബ്രോഡ് സ്പെഷ്യാലിറ്റീസും ഉണ്ട്. വിത്ത് ഡയഗ്നോസ്റ്റിക് സർവീസസും ഇമേജിങ് സർവീസസും എല്ലാം കൂടി നമ്മൾ സബ്സിഡൈസ് റേറ്റിൽ മെഡിസിൻസും കൊടുക്കുന്നതായിരിക്കും ഈ ക്യാമ്പ്. ചീഫ് ഓപ്പറേറ്റീവ് ഓഫീസർ ഡോക്ടർ S മാത്യു, അമീർ അഹമ്മദ്, S അഖിൽ, S ഷഹാദ്, P ഷാജഹാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ഓങ്ങല്ലൂരിൽ സൗജന്യ ജീവിതശൈലി രോഗനിർണയവും രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് P നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ടാണ് ഈ സഹകരണ മേഖല കേരളത്തിലെ എല്ലാ മേഖലയിലേക്കും വ്യാപിച്ചത്. സാധാരണ ഒരു ബാങ്ക് ഇടപാട് നടത്തുക എന്നതിന് പുറമെ നാട്ടിലെ ജനങ്ങൾക്ക് സേവനം കൊടുക്കുക എന്നുള്ളൊരു മേഖലയിലേക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ സഹകരണ പ്രസ്ഥാനം കടന്നിട്ട് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആരോഗ്യ മേഖലയിലെ സേവനങ്ങൾ സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്. ഇവിടെ മെഡിക്കൽ സ്റ്റോറും അതുപോലെ തന്നെ ലാബും അതുപോലുള്ള സൗകര്യങ്ങൾ, ആശുപത്രികൾ വരെ നമ്മുടെ നാട്ടിലെ സഹകരണ പ്രസ്ഥാനം ഇത് വളരെ നല്ല രീതിയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചടങ്ങിൽ ഡയറക്ടർ സജീന്ദ്രൻ അധ്യക്ഷനായി. സെക്രട്ടറി KB മനു, ഡയറക്ടർ അനിൽ, വായനശാല പ്രസിഡന്റ് M നാരായണൻ, ഡോക്ടർ മുഹമ്മദ് അനസ്, അബ്ദുൽ ജബ്ബാർ എന്നിവർ സംസാരിച്ചു. 71ാമത് സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായാണ് ഷൊർണൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ജീവിതശൈലി രോഗനിർണയവും രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും നടത്തിയത്. ഓങ്ങല്ലൂർ KT രാവുണ്ണി മേനോൻ സ്മാരക വായനശാലയിൽ നടന്ന ക്യാമ്പിൽ 100ഓളം പേർ പരിശോധന നടത്തി. ബാങ്ക് നീതി ക്ലിനിക്കിലെ ഡോക്ടർ മുഹമ്മദ് അനസ്, അബ്ദുൽ ജബ്ബാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് വിധിയെഴുതി. പോളിംഗ് ദിനത്തിലും നിറഞ്ഞു നിന്നത് പ്രചാരണവേളയിലെ വാശിയും ആവേശവും. ഇനി ആകാംക്ഷയോടെ കാത്തിരിപ്പ്. 23-ന് ഫലമറിയാം. പ്രതീക്ഷയോടെ മുന്നണികൾ. വിജയപ്രതീക്ഷ പങ്കുവെച്ച് മുന്നണി സ്ഥാനാർത്ഥികൾ. ഇരട്ട വോട്ടുകൾ തടയുക എന്നത് പെട്ടെന്ന് പ്രായോഗികമല്ലെന്ന മന്ത്രിയുടെ വാദം തട്ടിപ്പെന്ന് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ. ജനങ്ങളെ വഞ്ചിച്ച ഷാഫി പറമ്പലിനെതിരായ വിധിയെഴുത്ത് കൂടിയാകും പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ. പാലക്കാട്ട് UDF രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുരുതി കൊടുക്കുകയാണെന്ന് LDF സ്വതന്ത്രൻ ഡോക്ടർ P സരീൻ.
പാലക്കാട് ഇടതുപക്ഷത്തിന് യോജിച്ച ചിഹ്നം ബൂമറാങ് ആയിരുന്നുവെന്ന് ഷാഫി പറമ്പിൽ MP. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ എല്ലാ കുതന്ത്രങ്ങളും അവർക്ക് തന്നെ തിരിച്ചടിയായി. സ്ഥാനാർത്ഥി നിർണയം മുതൽ BJPയെ സഹായിക്കാനുള്ള തീവ്രശ്രമമാണ് CPM നടത്തിയതെന്നും ഷാഫി. തൃശൂരിൽ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധനയിൽ 5 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. 4 സ്ക്വാഡുകളിലായി തിരിഞ്ഞ് ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയത് 34 ഹോട്ടലുകളിൽ. 21 ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകി പരിശോധന ശക്തമാക്കുമെന്ന് മേയർ. മണ്ണൂരിൽ ഭക്ഷ്യശാലകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന 2 സ്ഥാപനങ്ങൾ അടപ്പിച്ചു. ഗുരുവായൂരിൽ വീട്ടമ്മയുടെ 5.5 പവൻ സ്വർണ്ണമാല കവർന്നു. കിഴക്കേനട ഭാഗത്ത് 2 വീടുകളിൽ മോഷണശ്രമം. വാണിയംകുളം കോതകുറിശി റോഡിൽ പത്തംകുളം സീഡ് ഫാമിന് സമീപം സ്വകാര്യ ബസും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്ക്. പട്ടാമ്പി അസംബ്ലി മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളും ഘട്ടം ഘട്ടമായി ഭിന്നശേഷി സൗഹൃദ വിദ്യാലയങ്ങളാക്കി മാറ്റുമെന്ന് MLA മുഹമ്മദ് മുഹ്സിൻ. ഉൾച്ചേരൽ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിലെ വിവിധ വിദ്യാലയങ്ങൾക്ക് 2.5 ലക്ഷം രൂപ വീതം അനുവദിച്ചു. പദ്ധതി ഭിന്നശേഷിക്കാർക്ക് വിവേചനം കൂടാതെ മുഖ്യധാരാ വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ. ഭാരതപ്പുഴയിലെ ഷൊർണൂർ തടയണയുടെ ഷട്ടറുകൾ അടച്ചു. നടപടി പുഴയിൽ നീരൊഴുക്ക് കുറഞ്ഞതോടെ ശുദ്ധജല വിതരണ പദ്ധതികളുടെ പ്രവർത്തനം അവതാളത്തിലാകുമെന്ന ആശങ്കയെ തുടർന്ന് പുഴയുടെ പല ഭാഗങ്ങളിലും ജലലഭ്യത നന്നേ കുറഞ്ഞു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.